ഹലോ, ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ബേബി മഷ്റൂംസ് ആണ്. ബേബി മഷ്റൂമിൻ്റെ തോരനാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഹോസ്റ്റലേഴ്സിനും അങ്ങനെയൊക്കെ സിംഗിളായിട്ട് സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് തോരനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം, എന്നാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം ബേബി മഷ്റൂമാണ്. അത് ഞാൻ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്. ഞാനിവിടെ എടുത്തേക്കുന്നത് കാന്താരിയാണ്. കാന്താരി നിങ്ങളുടെ എരിവിന് മാത്രമായിട്ട് എടുക്കുക. ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല എരിയായിരിക്കും, അറിയാമല്ലോ കാന്താരിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളകോ ആഡ് ചെയ്യുക. പിന്നെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ചതച്ചതാണ്. ഇത് ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ ചിരകിയത് ഇതിനകത്തിൽ ചേർക്കേണ്ടതുണ്ട്. അപ്പം തേങ്ങ ചിരകിയതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്തിൽ ആഡ് ചെയ്യാനുള്ളത്. അപ്പം ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബേബി മഷ്റൂം എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ചട്ടി ചൂടാക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അറിയാമല്ലോ ചട്ടിയിൽ കുക്ക് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ്. ചട്ടിയിൽ കുക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേറെ എന്തിൽ കുക്ക് ചെയ്യുന്നത്, വേറെ എന്ത് പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതിനും ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് ചട്ടിയിൽ കുക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തിൽ ഞാൻ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. കടുക് ആഡ് ചെയ്തതിൻ്റെ ഫൂട്ടേജ് എൻ്റെ ഇന്ന് മിസ്സായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പം ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു മിക്സ് അത് ചേർത്തത്. ഇനി ഇത് പതിയെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അതിനൊപ്പം ഞാൻ കാന്താരിയും ചേർത്തു. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അടുക്കി പിടിക്കും ചട്ടി ആയതുകൊണ്ട്. അപ്പം മാക്സിമം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അത് നിങ്ങളൊക്കെ കുക്ക് ചെയ്ത് നോക്കിയാൽ, ഈ റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. വാടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മസാല ചേർക്കാം. മസാലയ്ക്ക് വേണ്ടത് 1 സ്പൂണാണ്. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലും 1 സ്പൂണേ ഉണ്ടാവുള്ളൂ. അത് മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, കായപ്പൊടിയുണ്ട്. എല്ലാം ഇച്ചിരി എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി 1 സ്പൂണേ ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ. അപ്പം ആ മിക്സ് നമുക്ക് ചട്ടിയിലേക്ക് ചേർക്കാം. ഇതിനൊപ്പം ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്ന ഫുട്ടേജും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പം ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കതിൽ മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് വാടി വന്നാലാണ് ഞാൻ ഈ മിക്സ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനൊപ്പം മഷ്റൂമും ചേർത്തിട്ടുണ്ട്. മഷ്റൂമിനകത്തിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ വെള്ളം ചേർത്താൽ ഓവറായിപ്പോവും. അതുപോലെ മഷ്റൂം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാനും പറ്റത്തില്ല. വെള്ളം നന്നായിട്ട് ഇറങ്ങും. അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം അങ്ങനെ മഷ്റൂം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പും ഈ മസാലാസും എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടതെല്ലാം എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്, വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളത്. ഇതിനൊപ്പം ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില അറിയാലോ മെയിനാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ രൂപം. ഒരു എന്താ പറയുക, എണ്ണ ഇച്ചിരി കൂടുതലായി പോയതുകൊണ്ട് ഞാനത് കൂട്ടി വെച്ചിരിക്കുകയാണ്, എണ്ണ മാറി അടിയാൻ വേണ്ടിയിട്ട്. ഇത് ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. താങ്ക്